ഈ ശബരിമലയിൽ നടന്നത് അത് തീവട്ടിക്കൊള്ള എന്ന് മാത്രമല്ല, ഒരു ആഗോളതലത്തിലുള്ള സുഭാഷ് കപൂർ മോഡലിലുള്ള ഒരു കൊള്ളയാണെന്നുള്ള നിഗമനത്തിലേക്കാണ് കഴിഞ്ഞ ദിവസത്തെ കോടതിയുടെ പരാമർശങ്ങളും ഇ ഡിയുടെ റെയ്ഡുകളും എല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെയല്ലേ? പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ചില നമ്മുടെ ടോക്ക് ഷോകളിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിരുന്നു. കാരണം ഞാൻ കാണുന്നത് ആസൂത്രിതമായ വൻ കവർച്ചകളുടെ പട്ടികയിൽ പെടുത്തേണ്ടുന്ന ഒന്നാണ്. വളരെ ആസൂത്രിതമായിട്ടുള്ള, നമുക്ക് ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറമാണിത്. അപ്പോൾ ഇതിനകത്ത് വളരെ നമ്മുടെ ആശങ്ക ജനിപ്പിക്കുന്നൊരു വിഷയം എന്ന് പറയുന്നത്, ഈ SITയുടെ ഇടപെടലുണ്ട്, കോടതിയുടെ ഇടപെടലുണ്ട്, വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. എങ്കിൽ പോലും പല ചോദ്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ഇത് മറ്റ് മുൻകാലങ്ങളിലെ കേസുകൾ പോലെ ഇടയ്ക്ക് വെച്ച് കെട്ടടങ്ങുമോ എന്നൊരു ഭയം എന്നുള്ളതല്ല, ഒരു ആശങ്ക ജനമനസ്സുകളിലുണ്ട്. ഇത് മാഷ് പറഞ്ഞ 100% ശരിയാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ആസൂത്രിതമായ കവർച്ചകളിൽ ഒന്നാണ്. അപ്പോൾ ഇപ്പോഴും ഇതിൻ്റെ പിന്നിൽ ഉൾപ്പെട്ടവർ പൗരപ്രമുഖർ തന്നെയാണെന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ കൊച്ചു കൊച്ചു മോഷണം നടത്തുന്ന എത്രയോ പേര് വരുന്നിടത്ത് അന്നത്തിന് വേണ്ടിയും അല്ലാതെ പല കാര്യങ്ങൾക്കും കൊച്ചു കൊച്ചു മോഷണം നടത്തുന്നവർക്ക് വലിയ കള്ളന്മാരും അവരൊക്കെയാണ് വാസ്തവത്തിൽ ഉള്ളിൽ കിടക്കുന്നത്. ഇപ്പോൾ ഇവരൊക്കെ എന്ന് പറയുന്നത് നമുക്ക് പലവട്ടം പല രീതിയിൽ പൗരപ്രമുഖരായി പല വേദികളിൽ അഭിരമിച്ചിരുന്നവരാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ ജയിലിൽ കിടക്കുന്നവരും. ഇനിയും പലരും ഇത് ഉറപ്പല്ലേ, ഇനിയും പലരും ഇത് കിട്ടാനുണ്ട്. വാസ്തവത്തിൽ ഈ ലിങ്കുകൾ കൂട്ടിച്ചേർക്കാനുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളും നടപടിക്രമങ്ങളുമായി SITക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമ്മുടെ നാടിന് ഒരു വലിയ അധ്യായമായിരിക്കും വാസ്തവത്തിൽ എഴുതി ചേർക്കാൻ കഴിയുക. അങ്ങനെ ആകട്ടെ നമുക്ക് ചിന്തിക്കാനേ കഴിയും. ഈ SITയുടെ ഈ അന്വേഷണവും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇ ഡി നടത്തിയ റെയ്ഡുകളും വെച്ച് നോക്കുമ്പോൾ SIT ഓരോന്നിലും പരതുന്നുണ്ട് എന്നുള്ളൊരു തോന്നലും, അതുപോലെ തന്നെ ഒരു വഴിപാട് പോലാണ് ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കോടതി ഒരിക്കൽ ശാസിച്ചു എന്നൊരു തോന്നലുണ്ടാവും. കോടതി ഇപ്പോൾ ഒരു അന്വേഷണ ഏജൻസിയല്ല. കോടതിക്ക് അവിടെ കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് മാത്രമേ കാര്യങ്ങൾ പറയാൻ പറ്റൂ. അവർക്ക് പോലും നിങ്ങളുടെ പോക്ക് ശരിയല്ല എന്ന് പറയേണ്ടി വന്നു. അതേസമയം ഇ ഡി വളരെ നോക്കിക്കോളൂ, സിങ്ക്രൊണൈസ്ഡായിട്ട് കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സ്ഥലങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ക്ലൂ കിട്ടിയ ആൾക്കാരുടെ വീടുകളിൽ ഒരേ സമയം റെയ്ഡ് ചെയ്ത് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ ഒരു വ്യത്യാസം വളരെ വ്യക്തമാണ്. അതേസമയം തന്നെ തന്ത്രിയുടെ വീട്ടിൽ പോയിട്ടില്ല, അതുപോലെ തന്നെ ഇതിൻ്റെ മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ വീട്ടിൽ പോയിട്ടില്ല, അതുപോലെ തന്നെ നമ്മുടെ AITUCയുടെ നേതാവായിരുന്ന KP ശങ്കരദാസിൻ്റെ വീട്ടിലും പോയിട്ടില്ല എന്നുള്ള സത്യങ്ങൾ അവിടെ അവശേഷിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ള നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ ചോദിച്ചാലും പറയില്ല. അപ്പോൾ അവിടെ നമുക്കൊരു സംശയത്തിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുന്നുണ്ട്. മാഷിന് ഇതിൻ്റെ രണ്ടും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഒന്ന് ഫിനാൻഷ്യലും മറ്റേത് ക്രൈമുമാണ്. അല്ല പക്ഷേ ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു നല്ല കാര്യമാണ് സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇവിടുത്തെ മന്ത്രിമാരെല്ലാം തന്നെയുണ്ട്. എനിക്കിപ്പോൾ മനസ്സിലാവാത്തത്, ഇതിൽ ഔദ്യോഗിക ഒരു മുതിർന്ന പദവി വഹിച്ചിരുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രി ദേവസ്വം മന്ത്രിയായിരിക്കുക, അല്ലെങ്കിൽ പ്രോട്ടോകോൾ പ്രകാരം മുകളിലേക്ക് ആൾക്കാർ ഉണ്ടായിരിക്കുക, അതിൽ ഈ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അവരാണ് കുറ്റം ചെയ്തത് എന്നുള്ള തരത്തിൽ. എന്നാൽ പിന്നെ ഇവിടെ മന്ത്രിയുടെ കാര്യമുണ്ടോ? ഇവരറിയണ്ടേ, അവർ ഒപ്പിടുന്ന ആൾക്കാർ. സാധാരണ ഒരു മാഷേ ഇതിനകത്തൊരു ഫയൽ മുന്നോട്ട് പോകുന്ന കാര്യം അറിയാം. ഇപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഒരു കാര്യം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫയൽ ഇവിടെ നിന്ന് ആദ്യം ഒരു ഫയൽ എഴുതി വിടുന്നു, അത് താഴെ കിടന്ന് പോകുന്നു, ക്ലർക്കിൽ നിന്ന് പോകുന്നു, സൂപ്രണ്ടി കാണുന്നു, ഏവോ കാണുന്നു, മുകളിലേക്ക് കാണുന്നു, പിന്നെ മന്ത്രി ഒപ്പിടുന്നു, അതിൻ്റെ IAS സെക്രട്ടറി ഒപ്പിടുന്നു, പിന്നെ മന്ത്രിയുടെ മുന്നേ വരേണ്ടതാണെങ്കിൽ ഇവിടെ വരുന്നു, പിന്നെ അത് താഴേക്ക് പോകുന്നു, ആ ഓർഡർ ഒപ്പിടുന്നു, പിന്നെ അത് റാറ്റിഫൈ ചെയ്തെടുക്കുന്നു. ഇങ്ങനെയൊക്കെ എത്രയോ പ്രോസസ്സുണ്ട്. ഒരു വിഗ്രഹം അവിടെ നിന്ന് പോകണമെങ്കിൽ വെറുതെ അയ്യപ്പൻ ഒരാൾ പോറ്റിയുടെ കൈ കരുതിട്ട് എന്നെ കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയൂ? അതാണ് അങ്ങനെ പറയില്ലല്ലോ. അപ്പോൾ ഈ വിഗ്രഹം അവിടെ നിന്ന് എടുക്കാൻ ഒരാൾ പെർമിറ്റ് ചെയ്യാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ ആൾക്ക് എടുക്കാൻ കഴിയില്ല ഒരിക്കലും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു, ഏറ്റുമാനൂർ പഴയ വിഗ്രഹ മോഷണ കഥ മാഷിക്ക് ഓർമ്മയുണ്ടല്ലോ, സ്റ്റീഫൻ. അപ്പോൾ അതിൽ സ്റ്റീഫൻ ഒന്നാം പ്രതിയായിരുന്ന കാലം നമുക്ക് ഓർമ്മയുണ്ട്. വലിയൊരു മതിൽ ചാടിക്കിടന്ന് തടിമിടുക്കുള്ള സ്റ്റീഫൻ അതിനകത്ത് കയറുന്നു, വിഗ്രഹം എടുക്കുന്നു, മുന്നോട്ട് പോകുന്നു, പിന്നെ നേറ്റുകരയിൽ ചെറിയ പേപ്പർ കഷ്ണത്തെ പിന്തുടർന്ന് പോലീസ് അതിവിദഗ്ധമായി മുന്നോട്ട് പോകുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹമാണ് ഒന്നാം പ്രതി.
അതേപോലെ ചാടിക്കിടന്ന് രാത്രിക്ക് രാമാനം ഇത് പൂട്ടിട്ട് തുറന്ന് അല്ലെങ്കിൽ വെട്ടിപ്പൊളിച്ച് അകത്ത് കയറി ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തതല്ല. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് ഇത് എടുത്തു കൊടുക്കാനും ഇത് നിയന്ത്രിക്കാനും ഇന്നിടത്തേക്ക് എത്തിക്കാനും ഒക്കെയുള്ള ചില ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, നിർദ്ദേശം കൊടുത്ത ആൾക്കാരുണ്ടായിരുന്നു. ആ നിർദ്ദേശം കൊടുത്ത ആൾക്കാരിൽ ചിലരെ മാത്രമേ ഒടുവിലത്തെ കണ്ണികളെ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ആദ്യ കണ്ണികളുണ്ട്. ആ ആദ്യ കണ്ണികൾ എന്ന് പറയുന്നത് 2 എൻഡിലായി നിൽക്കുകയാണ്. ഇത് എങ്ങോട്ടെങ്കിലും പോയാലേ പറ്റൂ. എൻ്റെയും സാറിൻ്റെ വീട്ടിൽ നിന്ന് ഇരിക്കാൻ പറ്റുമോ? ഒരു ജയറാം എന്ന് പറയുന്ന സിനിമ ഉടനെ ഒരു അതിമോഹം കാണിച്ച് എൻ്റെ വീട്ടിൽ ദൈവം വന്നിരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ അതൊരു അതിമോഹം എന്ന് ഞാൻ പറയുള്ളൂ. പൈസയിൽ നിന്നുണ്ടാകുന്ന ഒരു അതിമോഹം മാത്രമാണത്. അങ്ങനെ അത് ചെയ്തുകൂടാത്ത കാര്യമാണ്. അതിൽ ഭക്തനെന്നുള്ള നിലയിൽ അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ വേറൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനാകാം. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇത് ഇനിയും കോടതി ഇടപെടൽ ഉള്ളത് കൊണ്ടാണ് ജനങ്ങൾക്ക് ഇപ്പോഴും ഒരു വിശ്വാസം. കോടതി ഉണ്ടല്ലോ, കോടതി അങ്ങനെ വിടില്ല, കോടതിയിലും ഭക്തരുണ്ടല്ലോ, ആ ഒരു ചിന്തയാണ്. മറ്റു പല കേസിലും പോലെ അല്ല. അപ്പോൾ നമുക്കിപ്പോഴും ഒരു ഇതെന്തെങ്കിലും സംഭവിക്കും, നടക്കും, ഇനി ഈ കേസ് മുന്നോട്ട് പോകും എന്ന മനുഷ്യ മനസ്സുകളുടെ ചിന്തയ്ക്ക് ആധാരം കോടതി ഇടപെടലാണ്. ഈ കോടതി ഇടപെടലുകൾ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതും കൂടി നമ്മൾ കണ്ടറിയണം. ഇതുവരെയുള്ള സാഹചര്യം വെച്ചു ഇപ്പോൾ തിരുപ്രക്കുണ്ടത്ത് വിളക്ക് തെളിയിക്കാൻ കോടതി എത്ര തവണ പറഞ്ഞു, എന്നിട്ട് വിളക്ക് ഞാൻ കഴിഞ്ഞില്ല, കോടതി അവിടെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ അതൊരു മതപരമായ വിഷയം തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ കൂടിയും പലതവണയും കോടതിയെ പോലും തള്ളിക്കളയുന്ന ഒരു ചില കേസുകളൊക്കെ നമ്മളിപ്പോൾ സേർട്ട് വലിച്ചുകൂടാ പൊതുതരത്തിൽ ആൾക്കാർ മാറി സേർട്ട് വലിക്കും. ഉത്തരവുകളൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഉത്തരവുകൾ ചിലപ്പോൾ ആൾക്കാർ മറികടന്നെന്ന് വരാം, അതിന് ശിക്ഷ പിഴ ഈടാക്കിയെന്ന് വരാം. അങ്ങനെ ഒരു ചെറിയ പിഴ ഈടാക്കിക്കൊണ്ട് അവസാനിപ്പിക്കാവുന്ന കേസല്ലേ ഇത്. ഭംഗിയായിട്ട് എനിക്കും മാഷിനും അറിയുന്നതിലും കൂടുതൽ കോടതിക്ക് അറിയാം. കോടതിയുടെ വരുംകാല ഇടപെടലുകളായിരിക്കും ഈ കേസിനെ മുന്നോട്ട് നയിക്കുക. അത് എത്ര ശക്തമായി പോകും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അതിലാണ് നമ്മുടെ ജനം കാത്തു നിൽക്കുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിലേക്കാണ് പോകുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മണികണ്ഠനെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ പിതൃസ്ഥാനീയനെന്നും രക്ഷകനെന്നും വിളിക്കുന്ന തന്ത്രി പറ്റിച്ചു, അതുപോലെ തന്നെ കോടതിയെ പറ്റിക്കാൻ SITക്ക് കഴിയും എന്നുള്ളത് നമുക്കറിയാം. ഈ കാരണം കോടതി സംവിധാനം എന്ന് പറയുന്ന അന്വേഷണ സംവിധാനമല്ല, അവിടെ കൊടുക്കുന്ന പേപ്പറുകൾ മാത്രമാണ് അതിൻ്റെ ആധാരം എന്ന് പറയുന്നത്. അവിടെ ഇത് കൊടുക്കുന്നത് വിശ്വസിക്കുകയാണ് കോടതി ചെയ്യുന്നത്. ഈ അന്വേഷണം പോകേണ്ട വഴിക്ക് പോകുന്നില്ല എന്നുള്ളത് പുറകെ കിടന്ന് അന്വേഷിക്കാൻ കോടതിക്കും സമയവുമില്ല. അത് അവരുടെ ജോലി അതുമല്ല. അപ്പോൾ അവിടെയാണ് കബളിപ്പിക്കൽ നടക്കാനൊരു വലിയ സാധ്യത നമുക്ക് മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രജക്ടറി ഇതുവരെയുള്ളതിൽ താങ്കൾ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സംതൃപ്തനാണോ? പക്ഷേ ഇതിനകത്ത് ഈ കേസ് ഇങ്ങനെയൊക്കെ പോകാൻ കഴിയുള്ളൂ. പക്ഷേ പതിവിലും നല്ല സ്പീഡിൽ ഈ കേസ് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലത്തെ തന്നെ പരിശോധന ഉണ്ടല്ലോ. ഇതിനകത്ത് ഇവരെല്ലാം ഒരുപക്ഷെ ജാമ്യം കൊടുത്ത് വെളിയിൽ ഇറങ്ങിയാൽ പോലും ഇടി കാത്തു നിൽപ്പുണ്ട്. ഇതെല്ലാം ഒരു കള്ളപ്പണമാണല്ലോ ഏറ്റവും ഉള്ളിൽ വെച്ച് നിൽക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഇതിനെ സ്വർണ്ണം മാത്രം കയ്യിൽ ഒരുക്കി വെച്ചതുകൊണ്ട് എനിക്കോ സാധനം ജീവിക്കാൻ പറ്റുമോ, എടുത്ത് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് മറ്റ് ധനപരമായ കാര്യങ്ങളിലേക്ക് ഇത് നീങ്ങിയാൽ മാത്രമേ അതിന് എന്തെങ്കിലും സാധ്യതയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കള്ളപ്പണ ഇടപാടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഏജൻസിയിലൂടെ വരുന്നത്. ഇപ്പോൾ ഈ തന്ത്രി ചെയ്യേണ്ടത് ചെയ്തില്ല എന്നുള്ളിടത്താണ് നമുക്ക് പക്ഷേ നമ്മൾ വിശ്വസിച്ചിട്ടില്ലേ. ഒരു ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം മുതൽക്ക് അങ്ങോട്ട് തുടങ്ങി എത്രയോ ചടങ്ങുകളാണുള്ളത്. അതിൽ തന്ത്രിയുടെ സ്ഥാനം ഇപ്പോഴാണ് തന്ത്രിയുടെ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പല കാര്യങ്ങളും അറിഞ്ഞു തുടങ്ങുന്നത് ഒരു വിഷയം വരുമ്പോഴാണ്. ഇപ്പോൾ തന്ത്രി ആരാണ്, തന്ത്രിയുടെ ചുമതല എന്തൊക്കെയാണ്, ഒരു ക്ഷേത്രത്തിൽ തന്ത്രിക്ക് എന്തൊക്കെ കർത്തവ്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ജനം ഇപ്പോൾ അന്വേഷിച്ച് തുടങ്ങി. അത് നോക്കുമ്പോഴാണ് ജനത്തിന് മനസ്സിലാവും, അയ്യോ ഇവൻ ഇതൊക്കെ ചെയ്യേണ്ട ആളാണോ, മിണ്ടാതിരുന്നത് എന്തുകൊണ്ട് എന്ന് പറയും. ഒരു പക്ഷേ ജീവഹാനി തന്നെ ഭയം തൊട്ടായിരിക്കും അദ്ദേഹം ചെയ്യാൻ. പക്ഷേ എങ്ങനെയെങ്കിലും അങ്ങനെയാണെങ്കിൽ കൂടി ഈശ്വരതുല്യമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അത് കൃത്യമായി പറയേണ്ടതാണ്. പക്ഷേ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈശ്വരനോടുള്ള ഭക്തി ഉണ്ടെങ്കിൽ ജീവൻ പോലും അവിടെ ബലിയർപ്പിക്കും. അങ്ങനെയുള്ള അതല്ലേ ആ ഈശ്വരൻ എന്നെ രക്ഷിക്കുമെന്നുള്ള ചിന്ത പോലും ഈ ഭക്തനായ ഏറ്റവും പരമഭക്തനായ തന്ത്രിക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്ത്രി നമ്മൾ അതിനകത്ത് സംശയിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഇത് മുന്നോട്ട് ഇത്തരത്തിലുള്ള കാര്യം നടക്കില്ല, തന്ത്രി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മുൻകാല കേസുകളൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രസിഡൻസ് വെച്ചിട്ടാണല്ലോ നമ്മൾ അളക്കുന്നത്. ഈ മാധ്യമങ്ങൾക്കും കോടതിക്കും ചെയ്യാവുന്ന ചില പരിധികളുണ്ട്. ആ പരിധി വിട്ടിട്ട് ചെയ്യാൻ കഴിയില്ല. നമുക്കും അഭിപ്രായം പറയാനേ കേട്ടു, ഇങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ എന്ന് പറയാൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക് പോലെ കോടതിക്കും ചില പരിധികളുണ്ട്. കോടതിയിൽ മുന്നിലെത്തുന്ന തെളിവുകളും ഒക്കെ വലിയ വിഷയങ്ങളാണ്. അപ്പോൾ ഇത് എവിടെയെങ്കിലും ചവിട്ടിമതിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. ചവിട്ടിമതിക്കപ്പെടുന്നുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. അവരുടേതായ രീതിയിൽ അന്വേഷിച്ച് പല കേസുകളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതില്ല. പല കേസുകളും അവരുടേതായ രീതിയിൽ അന്വേഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനും സൂചനകൾ നൽകാനും മാധ്യമപ്രവർത്തകർക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന്
ഇപ്പോൾ രമേശ് എന്നുള്ള പറഞ്ഞു ഇങ്ങനൊരു പിന്നെ ആളുണ്ട്, അപ്പോൾ അത് വ്യവസായി ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ വ്യവസായി ഞാൻ പറയുന്നത് കോടതിയിലെങ്കിലും അദ്ദേഹം പിന്നെ ഹാജരായി ആ പേരുകൂടി പറയേണ്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ കക്ഷി ചേരേണ്ടതാണ്. കക്ഷി ചേർന്ന് അല്പൂടെ ക്ലിയർ ആക്കി. പിന്നെ അപ്പോൾ അദ്ദേഹവും പിന്നോട്ട് ഒരു പരിധിക്ക് ശേഷം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായി നിർവഹിച്ചാൽ കോടതിക്ക് കൃത്യമായ ഒരു തീരുമാനത്തിലേക്കും ഇടപെടലിലേക്കും കഴിയും. അപ്പോൾ സ്വർണം കട്ടത് ആരപ്പ എന്നുള്ള ആ ചോദ്യത്തിനാണല്ലോ നമ്മളിവിടെ ഉത്തരം തേടുന്നത്, കോടതിയും അതുപോലെ SITയും അതിൽ EDയും. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എല്ലാവരും ചേർന്നാണപ്പ എന്ന് തന്നെ പറയാൻ കഴിയുമെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു. ദേവസ്വം ബോർഡ് അതിനകത്ത് തീർച്ചയായിട്ടും തന്ത്രിക്ക് അതിലൊരു പങ്കുണ്ട്. പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു പങ്കാണല്ലോ, ഒരു പക്ഷം ചേരലാണല്ലോ. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കൂടെ ചേർന്ന് ഭക്തന്മാരെ നീറ്റായിട്ട് പറ്റിച്ചു, അയ്യപ്പനെ നീറ്റായിട്ട് പറ്റിച്ചു എന്നുള്ളത് മാത്രമേ അതുപോലെ തന്നെ കോടതി ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി. സുഭാഷ് കപൂർ എന്നുള്ള പരാമർശം നേരത്തെ വന്നിരുന്നു. അതുകൂടാതെ ഇപ്പോൾ കോടതി പറയുന്നത് വിജയ് മാല്യ അവിടെ സ്വർണം കൊണ്ട് സമർപ്പിച്ച 1998 എന്നാണ് കോടതി പറഞ്ഞത്. വാസ്തവത്തിൽ അതല്ല, 1997 സെപ്റ്റംബറിലാണ്. അന്ന് മുതലുള്ള എല്ലാവിധ കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കണമെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ കോടതി. അതല്ല, കോടതിയുടെ വളരെ ശക്തമായൊരു ഇടപെടലാണ് വാസ്തവത്തിൽ. ഈ ഒരു സംഭവം മാത്രം അന്വേഷിച്ചാൽ പോരാ, പിന്നോട്ട് കൂടി ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് അതൊരു ഇടപെടലാണ്. നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു ഇടപെടലാണത്. ആ ഇടപെടലിൽ കൂടി അതാണ് അത്തരം കാര്യങ്ങളെ കൃത്യമായി കോടതിക്ക് മുന്നിൽ എത്തിക്കാനുള്ള അവസരം. ഇതിൻ്റെ അന്വേഷണം അല്ലെങ്കിൽ ഇത് മാധ്യമങ്ങൾ കൂടി അന്വേഷിക്കാവുന്ന കാര്യമാണ്. അവർക്കും ഉത്തരവാദിത്തമുണ്ട്. അവർക്കും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസവും ഒക്കെ അവരും ആ ഒരു രീതിയിൽ നടക്കുന്നവരാണ്. അവർക്കും ഒരാളെ ഡെപ്യൂട്ടി ചെയ്ത് അസൈൻ ചെയ്ത് ഡ്യൂട്ടി കൊടുത്ത് വിടാം, ഇതെങ്ങോട്ട് പോയത്. പക്ഷേ അത് കൃത്യമായ രീതിയിൽ നടന്നാൽ കോടതി എന്തായാലും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി ഇത് വേണ്ടത് ഇത്ര നാൾ മുതലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു വലിയ കോടതി. അപ്പോൾ അതുമുതലുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക്, ഉത്തരവാദിത്ത ബോധമുള്ള മാധ്യമങ്ങൾക്കും അന്വേഷിക്കാം. എല്ലാം അന്വേഷിച്ച് കോടതിക്ക് മുന്നിലേക്ക് എത്തപ്പെട്ടാൽ കോടതി ഒരുപക്ഷെ നമുക്ക് ഇതുവരെയുള്ള കേസ് അന്വേഷണത്തിൽ നിന്നൊക്കെ വഴിമാറിയുള്ള ഒരു വഴിത്തിരിവായിരിക്കും ഈ കേസ് സംഭവിക്കുക. അങ്ങനെ സംഭവിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാനേ കഴിയും. അതെ, തീർച്ചയായിട്ടും നമ്മൾ ശബരിമലയുടെ 18 പടികൾ കടന്നെത്തിയാൽ നമ്മൾ കാണുന്നത് സന്നിധാനത്തുള്ള തത്വമസി എന്നുള്ള വളരെ വിശാലമായ അർത്ഥമുള്ള ഉപനിഷത്ത് പക്ഷേ ഇനിയിപ്പോൾ വേണ്ടത് നമ്മുടെ കാവ്യമായ രാമായണത്തിൻ്റെ തുടക്കത്തിലുള്ള മാനിഷാദ അല്ലേ, അരുതു കാട്ടാള എന്നുകൂടി ദേവസ്വം ബോർഡിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ സന്നിധാനത്തും വയ്ക്കേണ്ടതായിട്ട് വരും. അത്ര സങ്കടകരമായിട്ടുള്ള, മനസ്സിനെ മതിക്കുന്ന തരത്തിലുള്ള കൊള്ള, വഞ്ചനയാണ്, കവർച്ചയാണ്, കാട്ടുകൊള്ളയാണ്. ഒരു അവിശ്വാസിക്ക് പോലും വിശ്വാസിയുടെ വിഗ്രഹത്തെ എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് വല്ലാത്തൊരു ചോദ്യമായി നോവിക്കുന്ന ഒരു ചോദ്യമായിട്ട്, മതിക്കുന്ന ഒരു ചോദ്യമായിട്ട് തീർച്ചയായിട്ടും അവശേഷിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.